അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 21. ഇങ്ങനെ നമസ്കാരത്തിലായാലും അല്ലാതെയും ഖുർആൻ പാരായണം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഖുർആൻ വചനങ്ങൾ പലതുണ്ട്. നമസ്കാരത്തിൽ ഖുർആൻ ധാരാളം ഓതണമെങ്കിൽ അത് മനഃപാഠമുണ്ടായിരിക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. പാരായണം ചെയ്യുന്നത് ഖുർആൻ്റെ അർത്ഥവും സാരവും ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമായിരിക്കണം. താൻ വായ കൊണ്ട് പറയുന്നതെന്താണെന്ന് അറിയാതെയും ഓർമ്മിക്കാതെയും ഉരുവിടുന്നത് കൊണ്ട് വിശേഷിച്ച് ഫലമൊന്നും ഉണ്ടാവുന്നില്ല. സാമാന്യമായെങ്കിലും ഖുർആൻ്റെ അർത്ഥം ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അർത്ഥം അറിയുകയില്ലെങ്കിൽ പോലും ദൈവവാക്യമാണെന്ന ബഹുമാനത്തോടെ അത് പാരായണം ചെയ്യുന്നതും ഒരു നല്ല കാര്യം തന്നെ. പക്ഷേ അർത്ഥം ഒട്ടും ഗ്രഹിക്കാതെയും വായിക്കുന്ന വാക്യങ്ങളിൽ തീരെ മനസ്സിരുത്താതെയും പാരായണം ചെയ്യുന്നത് മൂലം ഖുർആൻ്റെ അവതരണ ലക്ഷ്യം നിറവേറുന്നില്ല എന്നും വ്യക്തമാണല്ലോ. സൂറത്ത് സ്വാദിലെ 29-ാം വചനം കൊണ്ട് തന്നെ ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കാം. ജനങ്ങൾ ഖുർആൻ്റെ ആയത്തുകൾ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മ വയ്ക്കുവാനും വേണ്ടിയാണ് അള്ളാഹു ആ അനുഗ്രഹീത വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഖുർആനെ ചിന്തിച്ചു പഠിക്കുവാൻ നാം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഉറ്റാലോചിച്ചു നോക്കുവാൻ തയ്യാറുണ്ടോ എന്ന് സൂറത്തുൽ ഖമറിലെ അള്ളാഹു പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. ഖുർആനിൽ ശ്രദ്ധ പതിക്കാതിരിക്കുകയും അതേസമയം പലതരം കഥകൾ, നോവലുകൾ മുതലായവയിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റി അള്ളാഹു പറയുന്നത് കാണുക. മനുഷ്യരിലുണ്ട് ചിലർ യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകളെ അവർ വാങ്ങുന്നു. അക്കൂട്ടർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. അങ്ങനെയുള്ളവന് നമ്മുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ അഹംഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അത് കേട്ടിട്ടില്ലാത്ത ഭാവത്തിൽ അവൻ്റെ രണ്ടു കാതിലും ഒരു ഭാരമുള്ളതുപോലെ തിരിഞ്ഞു കളയും. നബിയെ, അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക. ലുഖ്മാൻ 6:7. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നീ ഖുർആൻ വായിച്ചാൽ നിനക്ക് പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്കുമിടയിൽ ശക്തിമത്തായ ഒരു മറയെ നാം ഏർപ്പെടുത്തുന്നതാണ്. അത് ഗ്രഹിക്കുന്നതിന് തടസ്സമായി അവരുടെ ഹൃദയങ്ങളിൽ ഒരുതരം ഭാരവും നാം ഏർപ്പെടുത്തുന്നതാണ്. ബനൂ ഇസ്രായേൽ 45-46. അർത്ഥോദ്ദേശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഉരുവിടുന്നത് കൊണ്ട് മാത്രം തൃപ്തിയടയുന്നവരും അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ മതി, പാരായണം ചെയ്തു കൊള്ളണമെന്നില്ല എന്ന് ധരിക്കുന്നവരും മേൽധരിച്ച ഖുർആൻ വചനങ്ങളും താഴെ ഉദ്ധരിക്കുന്ന നബിവചനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. പലതരം പുസ്തകങ്ങളും കലാസാഹിത്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്ന പതിവുണ്ടെങ്കിലും ഖുർആൻ പാരായണത്തിൽ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വാൻമാർ സൂറത്തുൽ ലുഖ്മാനിലെ മേൽധരിച്ച വചനവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.